അസ്സലാമലൈക്കും. എല്ലാവർക്കും മുമ്മൂസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി കൊത്ത് പൊറോട്ട, അതായത് മുട്ട പൊറോട്ടയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിലരുടെ കൊത്ത് പൊറോട്ട പറയും, ചിലരുടെ മുട്ട പൊറോട്ട എന്നൊക്കെ പറയും. അതെങ്ങനെ വളരെ ഈസിയായി തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലാവർക്കും പൊറോട്ട ചിലപ്പോൾ വാങ്ങിയ ബാക്കിയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് കറി ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതാകുമ്പോൾ കുറച്ച് വെജിറ്റബിൾസും കൂടി പൊറോട്ടൻ്റെ കൂടെ നമ്മുടെ അകത്തേക്ക് ചെല്ലും. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച ഒരു 3 പച്ചമുളകും ഒരു 2 വലിയ സവോള നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴങ്ങി കിട്ടിയാൽ മതി. അങ്ങനെ കൂടുതൽ ബ്രൗൺ നിറമൊന്നും ആവണ്ട, നന്നായി വഴങ്ങി കിട്ടിയാൽ മതി. പൊറോട്ട കഴിക്കുമ്പോൾ ഉള്ളിലേക്ക് ഇനി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വഴങ്ങണ്ട. പുള്ളി നന്നായി ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കും. നന്നായി ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ചെറുതായി അരിയാനും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് വഴറ്റുന്നില്ല. കഴിക്കുമ്പോൾ തക്കാളിയൊക്കെ ഇങ്ങനെ കടിക്കുന്നതാണ്, അതുകൊണ്ടാട്ടോ. നമുക്ക് കുറച്ച് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പൊറോട്ട അത്ര ഹെൽത്തി ആയ ഭക്ഷണമൊന്നുമല്ല, വല്ലപ്പോഴൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. പൊറോട്ടയിൽ ഉപ്പുള്ളത് കൊണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഉപയോഗിക്കുന്ന മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കാം. മുട്ട ഉണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇടുമ്പോൾ ഒന്നും കൂടി ഒന്ന് പൊറോട്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പൊറോട്ട കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് സാലഡോ വെജിറ്റബിളോ കൂടെ കഴിക്കണം നല്ലതല്ലേ. കടലവർഗ്ഗങ്ങൾ ഇറച്ചിൻ്റെ കൂടെ കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കണം. അതാണ് ആരോഗ്യത്തിന് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നിങ്ങൾ ഇറച്ചിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിളോ സാലഡൊക്കെ കൂടെ കഴിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ അവിടെ 2 പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായി കട്ട് ചെയ്താണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊറോട്ടയിലും മസാല പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊത്ത് പൊറോട്ട റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യാം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭക്ഷണമാണ് പൊറോട്ട. പക്ഷെ അത് എപ്പോഴൊന്നും കഴിക്കാൻ പാടില്ല, വല്ലപ്പോഴും കഴിക്കുക. കഴിക്കുമ്പോൾ ഇങ്ങനെ വെജിറ്റബിളോ സാലഡൊക്കെ ചേർത്ത് കഴിക്കണം കേട്ടോ. അതാണ് ശരീരത്തിന് നല്ലത്. നമ്മുടെ പൊറോട്ട റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊറോട്ടയൊക്കെ ബാക്കിയാകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണുന്നവരെ അസ്സലാമു അലൈക്കും.